മാധുരം ശൈലിയുടെ കോമഡി കഥാപ്രസംഗം അവതരിപ്പിച്ച് തിരിച്ചു പോയത് നമ്മുടെ രാജപ്പഞ്ചേട്ടൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ ടി രാജപ്പഞ്ചേട്ടൻ. എന്റെ പോലെ കലാഭവൻ അല്പസമയത്ത് ഒഴിവിന് ശേഷം കൊച്ചി കലാഭവന് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കഥ ആദിവാസിയും അഭിജയക്കഥ. എന്റെ കഥ നടക്കുന്നത് പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞ് എട്ടുകൊണ്ടിരിക്കാത്ത എട്ടനാനപ്പത്ത് ഉച്ചത്തിൽ കുട്ടികളിരുന്ന കുട്ടികളുടെ ഉപാധിക്കുന്നല്ല. പിന്നെ ആകാശത്തിന് വഴിയെടുക്കുന്ന അത്താഴപ്പണ്ടിക്കാന്റെ അണ്ണാക്കി ആറ്റം പോലെ വെച്ച് കെട്ടി ആകാശത്തേക്ക് പ്രവർത്തിക്കുന്ന അമേരിക്കയിലാണോ അവിടെയുമല്ല. പിന്നെ എവിടെയാണ് എന്റെ കഥ നടക്കുന്നത്? എന്റെ ഈ കഥ നടക്കുന്നത് നമ്മുടെ നാട് ഭരിക്കുന്ന നേതാക്കന്മാർക്ക് ആയുർവേദത്തോടെ ഏർന്നോട്ടിരിക്കാൻ മത്തങ്ങ രസായനം മാത്രം കുടിപ്പിച്ചുമായി പല്ലില്ലാത്ത അപ്പൂപ്പന്മാരെ വിളിച്ചു വരുത്തുകയും ഗിംനേഷ്യം നടത്തി കുടുംബപ്പന്മാരാക്കി ആകാശത്തേക്ക് ഉള്ളില്ലാതെ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിൽ. അതെ, ഓടിന്റെ സ്വന്തം കണ്ടത് കല്ലെടുത്ത് വീച്ചത് നാട്ടാരെ എലി വലി ചൂടരുത് നാട്ടാരെ. അയ്യോ, പിന്നീട് നമ്മുടെ വേദിയിലെത്തുന്ന മലയാളത്തിന്റെ തിരക്കഥ സംഭാഷണ സംവിധാനം എന്ന മേഖലയിൽ പ്രശസ്തനായ അന്തരിച്ചുപോയ കൊച്ചിക്കാരനായ ശ്രീ കൊച്ചിക്കനി ഫിജാനാണ്. കൊച്ചിക്കനി ഫിജാന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ കൊച്ചിക്കനി. മാധവക്കുട്ടി അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് മക്കളൊന്നും കാണാൻ പറ്റുന്നത് മക്കൾക്ക് വേണ്ടത്തിൽ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിലും മക്കൾക്ക് വേണ്ടത്തിൽ മരിക്കാൻ സാധിച്ചു യഥാർത്ഥ ധ്യാനങ്ങൾ. താങ്ക് യു. പിന്നീട് നമ്മുടെ വേദിയിലെത്തുന്ന മലയാളത്തിന്റെ ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിൽ ശക്തമായ കഥാപാത്രത്തെ അനുസൃതമാക്കി തീർത്ത നമ്മുടെ ഭരത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ബെസ്റ്റ് ആക്ടർ എന്ന ചിത്രത്തിൽ. ഈ ഡയലോഗ് ഞാൻ പറയുമ്പോൾ ഒരിക്കലും സിനിമാക്കാർക്ക് ഞാൻ എതിരല്ല, കാരണം മമ്മൂക്ക അതങ്ങനെ അതുപോലെ ഡയലോഗ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ ഡയലോഗ് പഠിക്കണം എന്നൊരു ആഗ്രഹം തോന്നി. പ്രൊഫൈഡ്സിന് ഞാനിത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലും ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നത് എല്ലാവരുടെയും പ്രോത്സാഹനം സാധാരണ പ്രതീക്ഷിക്കുന്നു. തയ്ക്കും ഇനൊരു അച്ഛനെ ചവിട്ടി പണ്ട് പിടിക്കുന്നത് അവനൊരു അധികാരം സിനിമ ജീവിതത്തിൽ നത്തൊരു നാടൻ കളിക്കാൻ എന്താ കുഴപ്പം? 2.5 മണിക്കൂർ തട്ട കഴിഞ്ഞാൽ ആരോ തട്ട പറയാൻ പറ്റുന്നില്ല. കണ്ടിരിക്കട്ടെ നിന്നേക്ക് ഇവിടെ നമ്മുടെ ഭൂമിയിലേക്ക് സിനിമാക്കാരനായി ഇറക്കിയത് സിനിമാക്കാരൻ കൂടുതൽ അത് നിന്റെ കണ്ടിട്ടുണ്ട്. ഒരു ബന്ധത്തിൽ കണ്ടുകൊടുക്കുന്നു. ആനയുടെ എത്ര ബുദ്ധിമുണ്ടെങ്കിൽ അവൻ അഭിനയിപ്പിക്കും. എന്നാൽ അബ്ദുൽ കലാം വിളിച്ച് അഭിനയിപ്പിക്കില്ല. ചാൻസ് എന്തെങ്കിലും തെറിക്കെട്ടും തെന്നിട്ടും തന്നെയാണ് എല്ലാവരും സിനിമാക്കാരനായിട്ടുള്ളത്. അല്ല നീയൊക്കെ വീട്ടിൽ ചെന്ന് നടനാക്കി ഇന്ന് എന്നിന്റെ ഇടയ്ക്ക് വരുമ്പോ നിനക്കൊക്കെ ചാൻസ് വെച്ചിട്ടുണ്ട്. പൊന്നും യൂത്ത് വേണമെങ്കിൽ പൂഞ്ഞാണ്ടല്ലോ. ഇനി പറയുന്നു സാർ, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടില്ല. നിങ്ങളിപ്പോ പേടിച്ചിട്ടില്ലേ? വീട്ടുകാരുടെ നാട്ടുകാർക്ക് ഒരുപാട് നോട്ടം ഞാൻ അറിയത്തിരിച്ച് ഞാൻ ചെയ്തൊക്കെ ശരിയാണെന്ന് എനിക്കറിയില്ല. അറിയുന്ന പോലെ സാർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി എന്റെ കഴിവ് തെളിയിക്കാൻ എന്നെക്കൊണ്ട് ഞാൻ എന്താണ് സാധിച്ചിരിക്കുന്നത്? എന്തെങ്കിലും ആയിട്ട് തിരിച്ചു പോകാൻ പറ്റും. ചാൻസ് സാർ, പ്ലീസ് സാർ, പ്ലീസ് സാർ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ വേദിയിലെത്തുന്നു മമ്മൂക്ക വന്നാൽ തീർച്ചയായിട്ടും ധാരാട്ടം വന്നതാണ്. തീർച്ചയായിട്ടും അടുത്തായിട്ട് നമ്മുടെ വേദിയിലെത്തുന്നു ശ്രീ ഭരത് മോഹൻ. എന്താ അതിമോഹമാണ് അതിമോഹം. എന്റെ അച്ഛന്റെ ചിലകത്തെത്തിരുന്നവരെ നിനക്കായി സുഖാകുമെന്ന മോഹം. അതീരുമതിവ എന്റെ അച്ഛന്റെ കാലിന് 2-3 നഖം വെട്ടി തരാം. അത് കൊണ്ടുപോയി ചന്ദനമുട്ടിലിട്ട് കത്തിച്ച് നിനക്കാശ തീർക്കാം. നീ പോകാനേ ദിനേശ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ മലയാളത്തിന്റെ ഗോഡ് ഫാദർ എന്ന ചിത്രത്തിൽ ശക്തമായ കഥാപാത്രത്തെ അനുസൃതമാക്കി തീർത്ത ശ്രീ ഫിലോമിന ചേച്ചി വേദിയിലേക്ക് ക്ഷണിക്കണം. ശ്രീ ഫിലോമിന. ആനപ്പാറയുടെ അച്ഛൻ മേടിക്കാൻ തടിയാന് പണിഞ്ഞില്ല, ഇവിടെ തടിയാന് പണിഞ്ഞില്ല. ഇതേവരെ അന്നോട് തോറ്റു കൊടുത്തിട്ടില്ല. നിന്നെയൊക്കെ പ്രസവിക്കുന്ന കാര്യത്തിൽ പോയി അവിടെ 500 മകനിട്ട് 4 പ്രസവിച്ചപ്പോ ഞാൻ പ്രസവിച്ചത് നിങ്ങളെ പോലെ തെളിയുമ്പോൾ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അവിടെ 500 അടുത്തുന്ന ആൺപിള്ളേർ, ഇവിടെ എനിക്ക് പോകുന്ന ആണപ്പിള്ളി കിട്ടന്മാരാണ്. തടിക്കാന് പണിഞ്ഞില്ല, ഇവിടെ തടിയാന് പണിഞ്ഞില്ല. താങ്ക് യു. പിന്നീട് നമ്മൾ വേദിയിലെത്തുന്നു നമ്മുടെ ഒട്ടനവധി ചാനലുകളിലൊക്കെ പ്രവർത്തനം ചെയ്ത് നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ, അതായത് അത് ജോസഫ് പുത്തമ്പരിക്കൽ എന്നറിയപ്പെടുന്ന അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ജോസഫ് പുത്തമ്പരിക്കൽ. ഏറ്റവും നല്ല ചെവി,
പെണ്ണുങ്ങൾ ചെയ്യാം. അത് മനുഷ്യന്മാർക്ക് അറിയത്തുള്ളൂ, മറ്റവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് ഒരു സ്ത്രീയുടെ ശരീരം മുമ്പിൽ പുരുഷന്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞ് കിട്ടുന്ന അരികെ പോകും. സ്ത്രീ ഒന്ന് ചിരിച്ച് അവരുടെ മനപ്രയാസം മാറും. പക്ഷെ പല സ്ത്രീകളും ചിരിക്കത്തില്ല. നീണ്ട വളവർക്ക് പോലെ പോകുന്നതിക്ക് ഒറ്റ പിടുത്തം അവൻ്റെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എല്ലാം ഷൂട്ട് ചെയ്ത് അങ്ങേറ്റാവും. എന്നാൽ മറ്റു ചില സ്ത്രീകളുണ്ട് ഒരുപാട് ആക്കിയ ചിരി. മര്യാദ ചിരിച്ചാൽ ആണുങ്ങൾ വേണം. കർത്താവായ യേശു വിശ്വസിച്ച് നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു. താങ്ക് യു. തീർച്ചയായിട്ടും ഗാനങ്ങൾ തുടർന്നു. നിങ്ങളുടെ പ്രോത്സാഹനത്തിന് നന്ദി. താങ്ക് യു.